മലബാറിന്റെ പൈതൃക ടൂറിസം വികസനത്തിന് ബൃഹത് പദ്ധതിയുമായി അറബ് വ്യവസായ പ്രമുഖൻ മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽ മർസൂഖി കോഴിക്കോട്ടെത്തി. പെരുവണ്ണാമൊഴിയിലെ പ്രകൃതി സൗഹൃദ ടൂറിസം, ബേപ്പൂർ ഉരുനിർമ്മാണ മേഖലയിലെ വികസനം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. ദുബായിലെ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഫൈസൽ അൽ ഖാസിമിയുടെ കൺസൾട്ടന്റും അൽ മർസൂഖി ഗ്രൂപ്പ് ചെയർമാനുമാണ് മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽ മർസൂഖി. 36 വർഷം മുമ്പ് പിതാവിനൊപ്പം ബേപ്പൂരിലെത്തിയ ഓർമ്മകളുമായാണ് അദ്ദേഹം വീണ്ടും മലബാറിലെത്തിയത്. ദുബായിലെ ടൂറിസത്തിന് കരുത്താകും വിധം ബേപ്പൂരിൽ നിന്ന് കൂടുതൽ ഉരുകൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണെന്ന് മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽ മർസൂഖി. So I was always trying to come, but the right time was not there, and I think this time has came the right time, and we want to return back to Malabar some of this beauty, and we will try our best to do something for this beautiful country and beautiful people of Malabar, inshallah. പുതിയ പദ്ധതികളിലൂടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അതിപുരാതന വ്യാപാര ബന്ധം ഉൾപ്പെടെ പ്രതിഫലിപ്പിക്കുന്ന നിലയിലേക്കുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിലൂടെ കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ട് ആ നിർദ്ദേശത്തെ സ്വീകരിക്കുകയാണ്. ദുബായിൽ സംഗീത വിദ്യാലയം തുടങ്ങുമെന്ന് അദ്ദേഹം അറിയിച്ചതായി MG ശ്രീകുമാർ പറഞ്ഞു. മഹാരാജ സ്വാതി തിരുനാൾ മ്യൂസിക് സ്കൂൾ LLC ദുബായിൽ ഹിസ് എക്സലൻസി തുടങ്ങാൻ പോവുകയാണ്. അതൊരു വലിയ കാര്യമാണ് മലയാളികളെ സംബന്ധിച്ച്. കാരണം ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് വി ക്യാൻ ബി പ്രൗഡ് ഓഫ്. Nobody has started in this world. പരിപാടിയിൽ ഇന്ത്യൻ കോമൺവെൽത്ത് ട്രേഡ് കൗൺസിൽ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂലൻ, വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് ഡയസ് ഇടിക്കുള തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. നമ്മുടെ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ ഈ പൈതൃക ടൂറിസത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട് അല്ലേ? കാരണം പുറത്തുനിന്നൊക്കെ വരുന്നവർ അത് വളരെ അത്ഭുതത്തോടെ നോക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഇത്തരമുള്ള ദുബായി ആയിട്ടുള്ള ഇതുപോലെയുള്ള ബന്ധങ്ങൾ നമുക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.